എല്ലാവർക്കും പുതിയ ഒരു Arduino വീഡിയോ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു Arduino ഉപയോഗിച്ചുള്ള ഒരു ട്രാഫിക് ലൈറ്റ് പ്രൊജക്റ്റ് ആണ്. ട്രാഫിക് ലൈറ്റ് സിസ്റ്റം പ്രവർത്തിക്കുന്നത് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ നമുക്കൊരു Arduino ഉപയോഗിച്ച് എങ്ങനെ പ്രോഗ്രാം ചെയ്യാം എന്നാണ് നോക്കുന്നത്. ഇതൊരു സിമ്പിൾ പ്രൊജക്റ്റ് ആണ്. സോ അതിനു മുമ്പ് ഞാൻ Arduinoയെ കുറിച്ച് ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു. ഇതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ, Arduino എന്നാൽ എന്താണെന്നും അത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നും നമുക്ക് എങ്ങനെ Arduinoയിൽ പ്രോഗ്രാം ചെയ്യാമെന്നുമുള്ള ഒരു വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണാവുന്നതാണ്. സോ നമുക്ക് ഈ പ്രൊജക്റ്റിലോട്ട് വരാം. സോ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന പ്രൊജക്റ്റിലേക്ക് വേണ്ട കമ്പോണൻസ് എന്ന് പറയുന്നത് 3 LED ലൈറ്റ് നമുക്ക് വേണം. ഒരു ഗ്രീൻ കളർ, യെല്ലോ കളർ, റെഡ് കളർ. അതുപോലെ നമുക്ക് 3 റെസിസ്റ്റേഴ്സ് വേണം. 220 ohm റെസിസ്റ്റേഴ്സ് വേണം. അതുപോലെ നമുക്കൊരു Arduino Uno ബോർഡ് വേണം. സോ നമുക്കിതിൻ്റെ കണക്ഷൻ ഡയഗ്രാം ആദ്യം നോക്കാം. സോ നമ്മളിന്നിവിടെ ഉപയോഗിക്കുന്നത് ഈ 5, 6, 7 എന്ന് പറയുന്ന 3 പിന്നുകളാണ്. സോ ഞാൻ ആദ്യം 5ൽ നിന്നും നമ്മുടെ ആദ്യത്തെ റെസിസ്റ്ററിലോട്ട് കണക്ട് ചെയ്യുന്നു. അതിൻ്റെ കളർ ഞാൻ ഗ്രീൻ കൊടുക്കുന്നു. ശേഷം ആ റെസിസ്റ്ററിൽ നിന്നും ഞാൻ ഗ്രീൻ LED കണക്ട് ചെയ്യുന്നു. സോ ബേസിക്കലി നമ്മുടെ 5 നമ്പർ നമ്മുടെ ഗ്രീൻ LED കണക്ട് ചെയ്തു. അതുപോലെ നമ്പർ 6ൽ നിന്നും നമ്മുടെ രണ്ടാമത്തെ റെസിസ്റ്ററിലോട്ടും ആ റെസിസ്റ്ററിൽ നിന്ന് നമ്മുടെ യെല്ലോ LED കണക്ട് ചെയ്തു. ശേഷം നമ്പർ 7ൽ നിന്നും മൂന്നാമത്തെ റെസിസ്റ്ററിലോട്ടും ശേഷം മൂന്നാമത്തെ റെസിസ്റ്ററിൽ നിന്ന് റെഡ് LED കണക്ട് ചെയ്തു. നമുക്കിതിൻ്റെ കളേഴ്സ് ഒന്ന് മാറ്റാം. യെല്ലോ, റെഡ്. ശേഷം നമ്മൾ LED നെഗറ്റീവ് ടെർമിനലിനെ Arduinoയുടെ ഗ്രൗണ്ടുമായി കണക്ട് ചെയ്യാം. സോ നമ്മുടെ കണക്ഷൻ ഡയഗ്രാം ഇവിടെ റെഡിയായി. ശേഷം നമ്മുടെ കണക്ഷൻ ഡയഗ്രാമിൽ നമ്മൾ കണ്ട പോലെ അതുപോലെ ഞാനിവിടെ എല്ലാം കമ്പോണൻസ് എല്ലാം കണക്ട് ചെയ്തിട്ടുണ്ട്. Arduinoയിൽ നിന്നും LED ഇതുപോലെ കണക്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കണക്ഷൻ എല്ലാം ചെക്ക് ചെയ്ത ശേഷം നമ്മൾ Arduino നമ്മുടെ കമ്പ്യൂട്ടറുമായി കണക്ട് ചെയ്യുക. നമ്മുടെ Arduino ഇപ്പോൾ ഓൺ ആയി കഴിഞ്ഞു. സോ നമുക്കിത് പ്രവർത്തിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം 4 സെക്കൻഡ് നേരത്തേക്ക് റെഡ് ഓണായി നിൽക്കുകയും ശേഷം റെഡ് ഓഫ് ആയതിനു ശേഷം ഒരു 2 സെക്കൻഡ് നേരത്തേക്ക് യെല്ലോ LED ഓൺ ആവുകയും പിന്നെ യെല്ലോ LED ഓഫ് ആയതിനു ശേഷം പിന്നെ ഒരു 4 സെക്കൻഡ് നേരത്ത് ഗ്രീൻ LED ഓണായി നിൽക്കണം. പിന്നെ അതിങ്ങനെ ലൂപ്പായിട്ട് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കണം. സോ ഇതേ രീതിയിലാണ് നമ്മൾ പ്രോഗ്രാം ചെയ്യാൻ പോകുന്നത്. നമ്മൾ കമ്പ്യൂട്ടറിൽ Arduino IDE ഓപ്പൺ ചെയ്യുന്നു. ആദ്യം നമ്മൾ ടൂൾസിൽ പോയതിന് ശേഷം Arduino ബോർഡ് ഇവിടെ ഓൾറെഡി Uno സെലക്ട് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ പോർട്ട് നമ്മൾ COM3 Arduino Uno എന്ന് സെലക്ട് ചെയ്യുന്നു. ഇനി നമുക്ക് പ്രോഗ്രാമിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യമായി നമുക്ക് 3 LED കണക്ഷൻ നൽകുന്നതിന് വേണ്ടിയുള്ള പിൻ നമ്പേഴ്സിനെ നമുക്ക് 3 വേരിയബിൾ ആയിട്ട് ഡിക്ലെയർ ചെയ്യാം. സോ നമ്മൾ ആദ്യം ഇൻറ്റ്. സോ നമ്മൾ ഗ്രീൻ കളർ കണക്ട് ചെയ്തിട്ടുള്ളത് നമ്പർ 5ലാണ്. അതുപോലെ യെല്ലോ എന്ന പേരിൽ നമ്മൾ പിൻ നമ്പർ 6 ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അത് 6 നമ്പർ അസൈൻ ചെയ്യുന്നു. അതുപോലെ റെഡ് എന്ന വേരിയബിളിലോട്ട് നമ്മൾ പിൻ നമ്പർ 7 അസൈൻ ചെയ്യുന്നു. സോ നമ്മളിപ്പോൾ 3 വേരിയബിൾ ഇവിടെ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞു. ശേഷം നമ്മൾ നമ്മുടെ സെറ്റപ്പ് ഫംഗ്ഷനിലോട്ട് വരാം. സെറ്റപ്പ് ഫംഗ്ഷനിൽ വന്നതിന് ശേഷം നമുക്ക് നമ്മുടെ ഔട്ട്പുട്ട് സെറ്റ് ചെയ്യാം. സോ പിൻ മോഡ്, നമ്മൾ ആദ്യമായി ഗ്രീൻ, അതായത് പിൻ നമ്പർ 5. നമ്മളിവിടെ ഓൾറെഡി 5 അസൈൻ ചെയ്തതുകൊണ്ട് നമുക്കിനി വേരിയബിൾ ഉപയോഗിച്ചാൽ മതി. കോമ, ശേഷം ഔട്ട്പുട്ട്, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, സെമിക്കോളൻ എൻ്റർ ചെയ്യുക. ശേഷം പിൻ മോഡ്, അടുത്തത് നമുക്ക് യെല്ലോ, അത് നമ്മൾ ഔട്ട്പുട്ട് ആയി ഡിക്ലെയർ ചെയ്യുന്നു. ശേഷം റെഡ്, കോമ ഔട്ട്പുട്ട്. സോ നമ്മളിപ്പോൾ പിൻ നമ്പർ 5, 6, 7 ഒരു വേരിയബിളിലോട്ട് അസൈൻ ചെയ്തു. ആ വേരിയബിളിനെ നമ്മൾ ഇവിടെ പിൻ മോഡ് ഫംഗ്ഷൻ ഉപയോഗിച്ച് ഔട്ട്പുട്ടായി ഡിക്ലെയർ ചെയ്തു സെറ്റപ്പ് ഫംഗ്ഷനിൽ. ഇനി നമുക്ക് വേണ്ടത് ലൂപ്പ് ഫംഗ്ഷനാണ്.
ലൂപ്പ് ഫംഗ്ഷൻ നമ്മൾ എൻ്റർ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് 3 കസ്റ്റം ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. അത് എന്തിനെന്ന് വെച്ചാൽ നമ്മൾ ഓരോ 3 LED ബൾബുകളാണുള്ളത്. സോ നമ്മൾ ആദ്യത്തെ ഫംഗ്ഷനിൽ എൻ്റർ ചെയ്യുന്നത് റെഡ് LED ഓണായി നിൽക്കുകയും ബാക്കി 2 LEDകൾ ഓഫായി നിൽക്കുകയും വേണം. സോ അതിന് വേണ്ടിയിട്ടുള്ള ഫംഗ്ഷനാണ് നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്യുന്നത്. സോ നമ്മൾ ആദ്യം റെഡ് ലൈറ്റിന് വേണ്ടിയിട്ടുള്ള ഫംഗ്ഷൻ, സോ നമ്മൾ റെഡ് ലൈറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. ഫംഗ്ഷൻ്റെ ഇൻസൈഡിൽ നമ്മൾ ഡിജിറ്റൽ റൈറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിച്ച് LED ഓൺ ചെയ്യുന്നു. സോ നമ്മൾ ആദ്യം ഓൺ ചെയ്യുന്നത് റെഡ് LED ആണ്. സോ ആദ്യത്തെ റെഡ് ലൈറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷനിൽ നമുക്ക് റെഡ് LED മാത്രം ഓൺ ആവുകയും ബാക്കി 2 ഓഫായി നിൽക്കുകയും വേണം. സോ നമ്മൾ നമ്മുടെ റെഡ് LEDയുടെ പിൻ നമ്പറായ വേരിയബിളായ റെഡ് നമ്മൾ സെലക്ട് ചെയ്യുന്നു. ശേഷം ഹൈ എന്ന് എൻ്റർ ചെയ്യുന്നു. ഇപ്പോൾ എന്താണ് സംഭവിക്കുക എന്ന് വെച്ചാൽ നമ്മൾ റെഡ് എന്ന് പറയുന്നത് നമ്മുടെ പിൻ നമ്പർ 7 ആണ്. നമ്മളിവിടെ ആദ്യം 7 നമ്പർ അസൈൻ ചെയ്തു. ശേഷം അതിനെ പിൻ മോഡായിട്ട് ഔട്ട്പുട്ടായിട്ട് ഡിക്ലെയർ ചെയ്തു. സോ ഈ പിൻ നമ്പർ 7ൽ കണക്ട് ചെയ്ത LED ഓണായി നിൽക്കും. സോ നമ്മൾ പിൻ നമ്പർ 7ൽ കണക്ട് ചെയ്തിട്ടുള്ളത് റെഡ് LED ആണ്. സോ അതേസമയം ബാക്കി 2 LED നമുക്ക് ഓഫായിരിക്കണം. സോ നമുക്ക് ഓഫായിരിക്കുന്നതിനുള്ള ഫംഗ്ഷനും എഴുതാം. സോ ബാക്കി 2 LED എന്ന് പറയുന്നത് യെല്ലോ ആൻഡ് ഗ്രീൻ ആണ്. യെല്ലോ നമ്മൾ ലോ എന്ന് സെറ്റ് ചെയ്യുന്നു. ലോ എന്ന് പറയുന്നത് ആ പിൻ ഓഫായിരിക്കും. അതിൻ്റെ വോൾട്ടേജ് എന്ന് പറയുന്നത് 0 ആയി മാറും. സോ ഹൈ എന്ന് പറഞ്ഞാൽ അതിൻ്റെ വോൾട്ടേജ് 5 വോൾട്ട് ആയിരിക്കും. സോ അത് ഓൺ ആയിരിക്കും. സോ അടുത്തത് അതുപോലെ പിന്നെ വരുന്നത് ഗ്രീൻ ആണ്. ഗ്രീനും നമ്മൾ ഓഫ് ചെയ്ത് വെക്കുന്നു. സോ ലോ എന്ന് സെറ്റ് ചെയ്യുന്നു. നമ്മുടെ ആദ്യത്തെ ഫംഗ്ഷനായി നമുക്കിതുപോലെ യെല്ലോ ലൈറ്റിനും അതുപോലെ ഗ്രീൻ ലൈറ്റിനും നമുക്കിതുപോലെ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. സോ ഞാൻ ഈ ആദ്യത്തെ റെഡ് ലൈറ്റ് ഫംഗ്ഷൻ സെലക്ട് ചെയ്ത് കോപ്പി ചെയ്ത് താഴെ പേസ്റ്റ് ചെയ്യുന്നു. പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് റെഡ് എന്ന് മാറ്റി ഞാൻ അവിടെ യെല്ലോ എന്ന് എൻ്റർ ചെയ്യുന്നു. സോ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് യെല്ലോ ഫംഗ്ഷനിൽ നമുക്ക് യെല്ലോ ലൈറ്റ് മാത്രം ഓൺ ആയാൽ മതി. സോ ബാക്കി 2 ഞാൻ ലോ ആയി സെറ്റ് ചെയ്യുന്നു. യെല്ലോ മാത്രം ഹൈയിൽ സെറ്റ് ചെയ്യുന്നു. സോ ഈ ഫംഗ്ഷനിൽ യെല്ലോ മാത്രം ഓൺ ആയി നിൽക്കും. അതുപോലെ നമ്മൾ വീണ്ടും ഈ ഫംഗ്ഷൻ പേസ്റ്റ് ചെയ്യുന്നു. സോ നമുക്കിനി വേണ്ടത് ഗ്രീൻ ലൈറ്റിനുള്ള ഫംഗ്ഷനാണ്. സോ നമ്മൾ ഗ്രീൻ _ ലൈറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. ഇതിൽ നമ്മൾ ഗ്രീൻ ലൈറ്റ് മാത്രം ഹൈ ആയി നിന്നാൽ മതി. ബാക്കി 2 ലോ ആയി സെറ്റ് ചെയ്യുന്നു. സോ ആദ്യത്തെ റെഡ് ലൈറ്റിൽ റെഡ് മാത്രം ഹൈ, ബാക്കി 2 ലോ. അതുപോലെ യെല്ലോ ലൈറ്റ് ഫംഗ്ഷനിൽ യെല്ലോ മാത്രം ഹൈ, ബാക്കി 2 ലോ. അതുപോലെ ഗ്രീൻ ലൈറ്റ് ഫംഗ്ഷനിൽ യെല്ലോ മാത്രം ഗ്രീൻ മാത്രം ഹൈ, ബാക്കി 2 ലോ. നമ്മുടെ കോഡ് ഒന്നുകൂടി ചെക്ക് ചെയ്യുക. എല്ലാം ചെക്ക് ചെയ്ത ശേഷം നമ്മൾ വോയിഡ് ലൂപ്പ് ഫംഗ്ഷനിൽ വരിക. ലൂപ്പ് ഫംഗ്ഷനിൽ നമുക്ക് ചെയ്യേണ്ടത് നമുക്ക് ജസ്റ്റ് താഴെ കൊടുത്ത ഫംഗ്ഷൻ ഒന്ന് കോൾ ചെയ്താൽ മതി. സോ നമ്മൾ ലൂപ്പ് ഫംഗ്ഷൻ റൺ ചെയ്യുന്ന സമയത്ത് ഈ ഫംഗ്ഷനും അതുപോലെ റൺ ആവുന്നതായിരിക്കും. നമുക്ക് ആദ്യം റൺ ചെയ്യേണ്ട ഫംഗ്ഷൻ എന്ന് പറയുന്നത് റെഡ് ലൈറ്റ് ആണ്. സോ ഞാനിവിടെ റെഡ് ലൈറ്റ് ഫംഗ്ഷൻ ഇതുപോലെ എൻ്റർ ചെയ്യുന്നു. ഇത് വേണമെങ്കിൽ നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ഇത് നമുക്ക് ഒരു ഹിൻറ്റ് തരുന്നതാണ് എന്താണ് ഇതിൽ എൻ്റർ ചെയ്യേണ്ടതെന്ന്. സോ ആദ്യമായി നമ്മൾ റെഡ് ലൈറ്റ് ഫംഗ്ഷൻ കോൾ ചെയ്യുന്നു. റെഡ് ലൈറ്റ് ഫംഗ്ഷൻ കോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റെഡ് ലൈറ്റ് എത്ര നേരത്തേക്കാണ് വേണ്ടത്? നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു 4 സെക്കൻഡ് നേരത്തേക്കാണ്. സോ നമ്മൾ ഡിലേ ഫംഗ്ഷൻ ഉപയോഗിച്ചത് 4000 മില്ലി സെക്കൻഡ് സെറ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് അടുത്തത് യെല്ലോ ലൈറ്റ് ആണ് വേണ്ടത്. സോ നമ്മൾ യെല്ലോ ലൈറ്റ് ഫംഗ്ഷൻ ഇവിടെ കോൾ ചെയ്യുന്നു. ശേഷം നമുക്ക് ഒരു ഡിലേ കൊടുക്കുന്നത് ഏകദേശം ഒരു 2 സെക്കൻഡാണ്. സോ നമ്മൾ 2000 മില്ലി സെക്കൻഡ് ആണ് ഇവിടെ എൻ്റർ ചെയ്യുന്നത്. സോ ഇപ്പോൾ റെഡ് ലൈറ്റ് 4 സെക്കൻഡ്, യെല്ലോ ലൈറ്റ് 2 സെക്കൻഡായി. ഇനി നമുക്ക് വേണ്ടത് ഗ്രീൻ ലൈറ്റ് ആണ്. സോ ഗ്രീൻ ലൈറ്റും അതുപോലെ നമ്മളിവിടെ ഫംഗ്ഷൻ കോൾ ചെയ്യുന്നു. അത് ഡിലേ ചെയ്യേണ്ടത് ഒരു 4000 മില്ലി സെക്കൻഡ്, അതായത് 4 സെക്കൻഡ് നേരത്തേക്കാണ്. സോ നമ്മുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ കോഡിംഗ് എല്ലാം കംപ്ലീറ്റ് ആയി. സോ നമുക്ക് ഇവിടെ നോക്കാം. ആദ്യമായി റെഡ് ലൈറ്റ് ഫംഗ്ഷൻ കോൾ ചെയ്യുന്നു. റെഡ് ലൈറ്റ് ഫംഗ്ഷനിൽ പോയി നോക്കിയാൽ നമുക്ക് റെഡ് ലൈറ്റ് മാത്രം ഓൺ ആവുന്നു, ബാക്കി 2 ഓഫ് ആവുന്നു. അത് 4 സെക്കൻഡ് നേരത്തേക്ക് ഡിലേ ചെയ്യുന്നു. ശേഷം അതുപോലെ തന്നെ യെല്ലോ ലൈറ്റ് ഓൺ ആവുന്നു, അത് 2 സെക്കൻഡ് നേരത്തേക്ക് ഡിലേ ചെയ്യുന്നു. ശേഷം ഗ്രീൻ ലൈറ്റ് ഓൺ ആവുന്നു, അത് 4 സെക്കൻഡ് നേരത്തേക്ക് ഡിലേ ചെയ്യുന്നു. സോ ഇതൊരു ലൂപ്പ് ഫംഗ്ഷൻ ആയതുകൊണ്ട് തന്നെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ റൺ ആയിക്കൊണ്ടിരിക്കുന്നു. സോ നമുക്കിത് ഫയൽ സേവ് ചെയ്യാം. സോ ഞാൻ ഡെസ്ക്ടോപ്പിൽ
ട്രാഫിക് ലൈറ്റ് എന്ന പേരിൽ ഇത് സേവ് ചെയ്യുന്നു. ശേഷം നമുക്ക് ഇവിടെ വെരിഫൈ ചെയ്യാം. സോ നമ്മൾ വെരിഫൈ ചെയ്ത് കഴിഞ്ഞു. ഇത് നമ്മൾ ഇനി നമ്മുടെ അപ്ലോഡ് ചെയ്യാം. അപ്ലോഡ് ചെയ്യുന്നത് നമ്മുടെ അർഡിനോയിലോട്ട് നമ്മളത് ട്രാൻസ്ഫർ ചെയ്യുകയാണ്. സോ നമ്മൾ ഈ അപ്ലോഡ് ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് ഇത് അപ്ലോഡ് ചെയ്യാം. സോ നിങ്ങൾ അപ്ലോഡ് ആയി കഴിഞ്ഞു. നിങ്ങൾക്ക് ഒരു LED ലൈറ്റ് അവിടെ ബ്ലിങ്ക് ചെയ്യുന്നത് കാണാൻ കഴിയും. നമ്മൾ നമ്മുടെ പ്രോഗ്രാം അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇവിടെ നമ്മൾ ചെയ്ത പ്രോഗ്രാമിനനുസരിച്ച് ഇത് പ്രവർത്തിക്കുന്നത്. ആദ്യമായി റെഡ് ലൈറ്റ് 4 സെക്കൻഡ് നേരത്തേക്ക് കത്തിക്കൊണ്ടിരിക്കുന്നു. ശേഷം യെല്ലോ ലൈറ്റ് 2 സെക്കൻഡ് നേരത്തേക്ക് കത്തുന്നു. അതിനുശേഷം ഗ്രീൻ ലൈറ്റ് 4 സെക്കൻഡ് നേരത്തേക്ക് കത്തുന്നു. ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ഒരു ട്രാഫിക് ലൈറ്റ് വർക്ക് ചെയ്യുന്നത് പോലെ തന്നെ ഇത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. സോ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ ആർഡിനോ ഉപയോഗിച്ച് ഒരു ട്രാഫിക് ലൈറ്റ് പ്രോജക്റ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് മനസ്സിലായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഇത്തരം വീഡിയോകൾക്ക് വേണ്ടി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.